ഇന്ന് നമ്മൾ ഒരു അതിശയകരമായ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി അടക്കി ഭരിച്ച ഭീമാകാരമായ ജീവികളെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള യാത്ര. അവർ എവിടെ പോയി, എങ്ങനെ അപ്രത്യക്ഷരായി? നമ്മൾ സംസാരിക്കുന്നത് ദിനോസറുകളെക്കുറിച്ചാണ്. ഏകദേശം 165 ദശലക്ഷം വർഷത്തോളം ഭൂമിയെ ഭരിച്ചവരാണ് ദിനോസറുകൾ. അവ ചെറുതും വലുതുമായിരുന്നു. ചിലത് സസ്യാഹാരികൾ, ചിലത് മാംസഭോജികൾ, ആകാശത്ത് പറക്കുന്നവ, വെള്ളത്തിൽ നീന്തുന്നവ, കരയിൽ നടക്കുന്നവ, അങ്ങനെ വൈവിധ്യമാർന്ന ദിനോസറുകൾ ഭൂമിയിലുണ്ടായിരുന്നു. എന്നാൽ ഏകദേശം 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ ഒരു ദുരൂഹമായ സംഭവം നടന്നു. ആ സംഭവം ദിനോസറുകളുടെ ഭരണത്തിന് വിരാമമിട്ടു. ഒറ്റ രാത്രി കൊണ്ട് ഒരു വലിയ വിഭാഗം ദിനോസറുകൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരായി. അതൊരു വലിയ ചോദ്യചിഹ്നമായി ശാസ്ത്രജ്ഞർക്കും സാധാരണക്കാർക്കും മുന്നിൽ നിലകൊണ്ടു. എന്താണ് സംഭവിച്ചത്? ഈ വലിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ വർഷങ്ങളോളം ഗവേഷണം നടത്തി. പല സിദ്ധാന്തങ്ങളും ഉയർന്നു വന്നു. അതിലേറ്റവും പ്രചാരമുള്ളതും ശക്തവുമായ സിദ്ധാന്തം ഒരു ചിഹ്നഗ്രഹത്തിൻ്റെ ആഘാതത്തെക്കുറിച്ചാണ്. മെക്സിക്കോയിലെ യുക്കാറ്റൻ പെൻസുലയിൽ ചിക്സുലപ് ക്രേറ്റർ എന്നറിയപ്പെടുന്ന ഒരു വലിയ ഗർത്തം കണ്ടെത്തിയതോടെയാണ് ഈ സിദ്ധാന്തത്തിന് കൂടുതൽ ബലം ലഭിച്ചത്. ഏകദേശം 180 കിലോമീറ്റർ വ്യാസമുള്ള ഈ ഗർത്തം ഒരു വലിയ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചതിൻ്റെ ഫലമായാണ് ഉണ്ടായത്. ഈ ചിഹ്നഗ്രഹത്തിന് ഏകദേശം 10 മുതൽ 15 കിലോമീറ്റർ വ്യാസമുണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ചിന്തിച്ചു നോക്കൂ, ഒരു വലിയ നഗരത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു പാറക്കഷ്ണം മണിക്കൂറിൽ 10,000 കിലോമീറ്റർ വേഗതയിൽ ഭൂമിയിലേക്ക് ഇടിച്ചിറങ്ങുന്നു. ഈ ആഘാതം ഭൂമിയെ ഞെട്ടിച്ചു. ഒരു വലിയ സ്ഫോടനം നടന്നു. അത് അണുബോംബിനേക്കാൾ ദശലക്ഷക്കണക്കിന് മടങ്ങ് ശക്തമായിരുന്നു. ഈ ആഘാതം വലിയൊരു പ്രകമ്പനവും സുനാമിയും സൃഷ്ടിച്ചു. ആകാശത്തേക്ക് ടൺ കണക്കിന് പൊടിപടലങ്ങളും പാറകളും ചാരവും ഉയർന്നു പൊങ്ങി. ഈ പൊടിപടലങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തെ പൂർണ്ണമായും മൂടിക്കളഞ്ഞു. ദിവസങ്ങളോ മാസങ്ങളോ അല്ല, വർഷങ്ങളോളം സൂര്യപ്രകാശം ഭൂമിയിലെത്താതെയായി. ഇത് ഭൂമിയിലെ താപനില കുത്തനെ കുറച്ചു. ഒരുതരം ആണവ ശൈത്യകാലം പോലെയായിരുന്നു അത്. സസ്യങ്ങൾക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിഞ്ഞില്ല. സസ്യങ്ങൾ നശിച്ചപ്പോൾ അവയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന സസ്യാഹാരികളായ ദിനോസറുകൾക്ക് ഭക്ഷണം കിട്ടാതെയായി. അവർ മരിക്കാൻ തുടങ്ങി. സസ്യാഹാരികളായ ദിനോസറുകൾ ഇല്ലാതെയായപ്പോൾ മാംസഭോജികളായ ദിനോസറുകൾക്കും ഭക്ഷണം കിട്ടാതെയായി. അങ്ങനെ ഒരു ശൃംഖല പോലെ ഭൂമിയിലെ ജീവികൾ ഒന്നൊന്നായി നശിച്ചു തുടങ്ങി. പക്ഷേ എല്ലാ ദിനോസറുകളും അപ്രത്യക്ഷമായോ? ഇല്ല. പക്ഷികൾ ദിനോസറുകളുടെ പിൻഗാമികളാണെന്ന് കരുതപ്പെടുന്നു. അതായത് ചെറിയ പറക്കാൻ കഴിവുള്ള ചില ദിനോസറുകൾ ഈ ദുരന്തത്തെ അതിജീവിച്ചു. അവ പിന്നീട് പരിണമിച്ച് ഇന്നത്തെ പക്ഷികളായി മാറി. അതുപോലെ ചില ഉഭയജീവികളും ചെറിയ സസ്തനികളും ആമകളും മുതലകളും ഈ ദുരന്തത്തെ അതിജീവിച്ചു. കാരണം അവയ്ക്ക് താരതമ്യേന കുറഞ്ഞ ഭക്ഷണം മതിയായിരുന്നു. അല്ലെങ്കിൽ അവയ്ക്ക് തണുപ്പുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞു. ചിഹ്നഗ്രഹത്തിൻ്റെ ആഘാതം കൂടാതെ മറ്റ് ചില സിദ്ധാന്തങ്ങളും ദിനോസറുകളുടെ അപ്രത്യക്ഷമായതിന് കാരണമായി എന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. ഇന്ത്യയിലെ ഡെക്കാൻ ട്രാപ്സ് എന്നറിയപ്പെടുന്ന പ്രദേശത്ത് ഈ സമയത്ത് വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടന്നിരുന്നു. ഈ സ്ഫോടനങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വലിയ അളവിൽ വാതകങ്ങളും പൊടിപടലങ്ങളും പുറത്തുവിട്ടു. ഇത് കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. എന്നാൽ ചിഹ്നഗ്രഹത്തിൻ്റെ ആഘാത സിദ്ധാന്തത്തിനാണ് കൂടുതൽ ശാസ്ത്രീയപരമായ തെളിവുകളുള്ളത്. യഥാർത്ഥത്തിൽ ചിഹ്നഗ്രഹത്തിൻ്റെ ആഘാതവും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും കാലാവസ്ഥാ മാറ്റങ്ങളും ഒരുമിച്ച് സംഭവിച്ച ഒരു വലിയ ദുരന്ത ശൃംഖലയായിരിക്കാം ദിനോസറുകളുടെ അപ്രത്യക്ഷമാകലിന് കാരണമായത്. ഒരു വലിയ ആഘാതം, അതിനെ തുടർന്നുണ്ടായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, പിന്നെ അതിനെ നേരിടാൻ കഴിയാത്ത ജീവിവർഗങ്ങളുടെ വംശനാശം. ദിനോസറുകൾ ഇല്ലാതെയായത് ഭൂമിയിലെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം നൽകി. ദിനോസറുകളുടെ ഭീഷണി ഇല്ലാത്തതുകൊണ്ട് സസ്തനികൾക്ക് വളരാനും പരിണമിക്കാനും കഴിഞ്ഞു. അങ്ങനെയാണ് മനുഷ്യനുൾപ്പെടെയുള്ള സസ്തനികൾക്ക് ഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞത്. ദിനോസറുകളുടെ കഥ നമുക്കൊരു പാഠം നൽകുന്നുണ്ട്. ഭൂമിയിലെ ജീവിതം എത്രമാത്രം ദുർബലമാണെന്നും ഒരൊറ്റ സംഭവം പോലും ഒരു വലിയ കൂട്ടം ജീവിവർഗങ്ങളെ നശിപ്പിക്കാൻ പര്യാപ്തമാണെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ ഗ്രഹം എത്രമാത്രം വിലപ്പെട്ടതാണെന്നും അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും ദിനോസറുകളുടെ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ദിനോസറുകൾ എന്ന ഭീമാകാരന്മാരായ ജീവികൾ അപ്രത്യക്ഷരായെങ്കിലും അവരുടെ ഓർമ്മകളും പഠനങ്ങളും ഇന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. പ്രകൃതിയുടെ ശക്തിയും ജീവിവർഗങ്ങളുടെ പരിണാമവും എത്രമാത്രം സങ്കീർണമാണെന്ന് ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.